ഇതിനെ കൈമാറ്റിക്കാൻ പുറത്ത് വെളിച്ചം കൊണ്ടുപോകാനോ ഉള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജാണ് നമ്മളിവിടെ കാണുന്നത്. www.jerusalemmarthoma.church പെരുമ്പട്ടി. ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ തന്നെ ഇന്റർനെറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഹോം പേജ്, ഫ്രണ്ട് പേജാണ് നമ്മൾ കാണുന്നത്. ഈ ഫ്രണ്ട് പേജിൽ നമുക്ക് നമ്മുടെ ഇടവകയിൽ ആരെങ്കിലും മരണപ്പെടുകയുണ്ടായാൽ പെട്ടെന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആദരാഞ്ജലികൾ നമുക്ക് ഈ ഫ്രണ്ട് പേജിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ ഇടവക അംഗങ്ങൾ, അതുപോലെ നമ്മുടെ ഇടവകയെ സ്നേഹിക്കുന്ന അംഗങ്ങൾ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥന റിക്വസ്റ്റ് നമ്മളോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനിൽ തന്നെ പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് കാണുകയും നമ്മുടെ സേവാസംഘത്തിൻ്റെ മീറ്റിങ്ങുകളിലും ഉപവാസ പ്രാർത്ഥനകളിലും ഇടവമിഷന് പ്രാർത്ഥനകളിലും അതുപോലെ ഇടവയുടെ മറ്റ് പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ വെച്ച് ഈ വിഷയങ്ങളിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇടവകയിലെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇടവകയെ പറ്റിയ ഒരു ചരിത്രം ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ചർച്ച് അവർ പാരീഷ് ഹെഡിനകത്ത് ചർച്ച് ഹിസ്റ്ററി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടവകയുടെ ആരംഭം, ഇടവകയുടെ തുടർച്ചയായ കാലഘട്ടത്തിലുള്ള വളർച്ച ഇത് സംബന്ധിച്ച് നമുക്ക് ഈ വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കും. ഇത് ഈ ലോകത്തിൻ്റെ ഏത് മുക്കിനും മൂലയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇടവക അംഗങ്ങൾക്ക്, ഇടവകയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം തൊട്ട് താഴെ വികാസ് മെസ്സേജ്, നമ്മുടെ ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പി മാത്യൂസിൻ്റെ മെസ്സേജ് നമുക്ക് ഇവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. അതിനെ തുടർന്ന് തന്നെ നമ്മുടെ ഇടവകയുടെ ഏക വികാരി, ഇടവകയുടെ അംഗത്വമുള്ള ഏക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെന്നിസ് അച്ഛൻ്റെ ഒരു മെസ്സേജ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനെ തുടർന്ന് തൊട്ട് താഴെ തന്നെ നമ്മുടെ ഇടവകയിലെ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് KC വർഗീസിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.